ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിയോൺ എക്സോട്ടിക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഒരു കമൻറ്റ് കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ആയതാണ്. സാധാരണ ഞാൻ കുറേ ഗുവയുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ പേരയുടെ ഒക്കെ VNRൻ്റെയും ജപ്പാൻ്റെ ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് വീട്ടിലുള്ള പേരയുടെ വെറൈറ്റീസിനെ എല്ലാം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാനെന്ന്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഞാൻ കുറേ പേരെ കളക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഇരിക്കട്ടെ എന്ന് കരുതി. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത് പേരയാണ്. പേര എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ്. അതിപ്പം ഏത് ടേസ്റ്റ് ആണെങ്കിലും അതൊന്നും എനിക്കൊരു ബാധകമല്ല. നമ്മൾ ഏത് വെറൈറ്റി ആണെങ്കിലും നമ്മൾ വാങ്ങിക്കും, വളർത്തും. ഇപ്പോൾ ഏകദേശം ഒരു 15 മണ്ടയ്ക്കുണ്ട്, ഞാനത് കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീട്ടിലുള്ള പേരയുടെ വെറൈറ്റീസിനെ കുറിച്ചുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ആദ്യത്തെ വെറൈറ്റിയാണ് അർക്കാകിരൻ ഗുവ. കണ്ടില്ലേ, ഇതിൻ്റെ അകത്തൊരു റെഡ് പിങ്കിഷ് കളറായിരിക്കും. നല്ലൊരു വെറൈറ്റിയാണിത്. ഇത് നമ്മളിവിടെ കായ്ച്ച് നിൽപ്പുണ്ട്, കണ്ടില്ലേ. ഇച്ചിരി വലുതാകും, നമ്മൾ കവറിട്ട് നിർത്തി വെക്കുക, അല്ലെങ്കിൽ കിളിയും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊട്ടും. കണ്ടില്ലേ, ഇവിടെ എല്ലാം കായ്ച്ചിട്ടുണ്ട്. കുറച്ചെണ്ണേ നിർത്തിയിട്ടുള്ളൂ, കണ്ടില്ലേ, അവിടെ എല്ലാം കായ്ച്ചിടപ്പുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്ന IIHR ആണ്, എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച്. അവർ ഡെവലപ്പ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത പേരാണ് നമ്മുടെ അർക്കാകിരൻ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ എല്ലാ പേരയിലും ഒന്നും കായില്ല കേട്ടോ, 2-3 എണ്ണത്തിലേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പ്രൂൺ ചെയ്തും പിന്നെ വേറെയൊക്കെ ചെറുതായിട്ട് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഒത്തിരി അത് കായ്ക്കാറൊന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാത്തേലും ഒന്നും ഫ്രൂട്ട്സ് കാണത്തില്ല കേട്ടോ. എങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും 2-3 എണ്ണത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ്, ഗുവ പ്ലേലിസ്റ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഫസ്റ്റ് ഗുവ ഇതായിരുന്നു, അർക്കാകിരൻ. കണ്ടില്ലേ, വ്യത്യസ്തതയൊന്നുമില്ല, സാധാ ടൈപ്പ് തന്നെ ഇലകളും എല്ലാം ആണ്. അകം ഒരു റെഡിഷ് കളർ വരും, റെഡിഷ് പിങ്ക് മിക്സ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതിലോട്ട് പോവാം. കണ്ടില്ലേ, നോക്കി ഇതിൻ്റെ ലീഫ് നോക്കി. കണ്ട പേരയുടെ ഒരു ലീഫാന്ന് പറയുമോ? ഇല്ലല്ലോ അല്ലേ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് നമ്മുടെ ചൈനീസ് ഗുവ. കണ്ടില്ലേ, ഇതിപ്പം ഏകദേശം 3 വർഷം ആയിട്ടുണ്ട് വെച്ചിട്ട്. എന്നെക്കാട്ടിലും വളർന്നു വലുതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ പ്രത്യേകത ഇതാണ്, ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ലീഫും എല്ലാം ഒരു പ്രത്യേകതയാണ്. പിന്നെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം പിടിക്കും കായ്ക്കാൻ. ഇത് ഇപ്രാവശ്യം കായ്ച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ 2 തന്നെ കായ്ച്ചിട്ടുള്ളായിരുന്നു. അതിൻ്റെ വീഡിയോ 2 എടുക്കാൻ വേണ്ടി ഇരുന്ന, പക്ഷെ അതാരോ പറിച്ച് തിന്ന്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇതിലാകുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാം. ചെറുതായിരിക്കും പേരയ്ക്ക ഉണ്ടാകുന്നത്, വലിയ സൈസൊന്നും വെക്കത്തില്ല. എന്ത് പറയണം, ചെറിയൊരു ഗോലിയുടെ ഒക്കെ ആ ഒരു സൈസിലൊക്കെ എത്തത്തുള്ളൂ. പിന്നെ ഇത് ആഗ്രഹമുള്ളവർക്ക് വെക്കാം, അല്ലാതെ ഒരു നല്ലൊരു വെറൈറ്റി ഒന്നുമല്ല. ഞാൻ പിന്നെ കളക്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ ഇത് വെക്കുന്നതേ ഉള്ളൂ. അത് നമുക്ക് എങ്ങനെ കിട്ടിയാലും ഒരു വിഷയമില്ല. അപ്പോൾ ഇത് 3 വർഷം സംതിങ് എടുക്കും കായ്ക്കണമെങ്കിൽ, അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. പിന്നെ ഒരു അലങ്കാരമായിട്ടൊക്കെ വെക്കാം, ആ ഒരു ഇതേ ഉള്ളൂ. നമ്മുടെ ചൈനീസ് പേര കണ്ടില്ലേ, നമ്മുടെ അർക്കാകിരൻ കണ്ടില്ലേ, ഇത് വെച്ചിട്ട് 8 മാസമൊക്കെ ആയിട്ടുള്ളൂ. 8 മാസമൊക്കെ ആയപ്പോഴത്തേക്കും എന്നിട്ട് കായ്ച്ച് നല്ലൊരു സൈസിലെത്തി. ആ ബേസിസിൽ ഇവിടെ നോക്കുമ്പോഴത്തേനും 3 വർഷം പിടിക്കും കായ്ക്കാൻ. പിന്നെ ഉണ്ടാകുന്ന കായും തീരെ ചെറുതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗുവയാണ് നമ്മുടെ ചൈനീസ് ഗുവ. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ 3ാമത്തെ പേരാണ് നമ്മുടെ L49. കണ്ടില്ലേ, ലക്നൗ 49 ആണെന്ന് അറിയപ്പെടുന്നത്. ഇവനാണ് 3ാമത്തെ. ഞാനിതിപ്പം കട്ട് ചെയ്ത് നിർത്തിയേക്കാണ്, പ്രൂൺ ചെയ്ത് നിർത്തിയേക്കാണ്, ഇച്ചിരി നന്നായിട്ടൊന്ന് ഉണ്ടാകാൻ വേണ്ടി.
ഇതിൻ്റെ നമ്മൾ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് നമ്മൾ റിവ്യൂ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇത് നമ്മുടെ സാധാ പേരൂട്ടും ഒക്കെ തന്നെ ഉള്ളൂ. നമുക്കിനി അടുത്തതിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ ഏറ്റവും ടേസ്റ്റുള്ള ഗുവ. നമ്മുടെ ജപ്പാൻ ഗുവ എന്നൊക്കെ പറയും, പല പേരിൽ അറിയപ്പെടും. മറ്റേ ക്രിംസൺ റെഡ് ഗുവ, റെഡ് സീഡ്ലെസ് ഗുവ, റെഡ് ജാർവി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ ജപ്പാൻ ഗുവ. കണ്ടില്ലേ, നമ്മളതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇട്ടിട്ടുണ്ട്, എങ്കിലിപ്പോഴും കാണിക്കാം. കണ്ടില്ലേ, നമ്മൾ പുതിയ പുതിയ ഇതുണ്ടായിട്ടുണ്ട്. നമ്മളിത് ഈച്ച കുത്തായിരിക്കാൻ വേണ്ടി ഇതിനകത്തിട്ടേക്കാണ്, കവറിനകത്ത്. കണ്ടില്ലേ, ഇവിടെ അവിടെ എല്ലാം ഉണ്ടായി കിടപ്പുണ്ട്. അതുകൊണ്ട് പുതിയത് വരുന്നുമുണ്ട്. എന്തായാലും ഒരു ടോപ്പ് 3 എന്തായാലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പേരയ്ക്കാണ് നമ്മുടെ ജപ്പാൻ ഗുവ. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസ്പി ആയിരിക്കും. കടിക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്പിനെസ് ആയിരിക്കും. പിന്നെ നല്ല ടേസ്റ്റും ആ തിന്നാനും. എന്തുകൊണ്ടും നല്ലൊരു വെറൈറ്റി തന്നെയാണ്. പിന്നെ ഒത്തിരി കായ്ക്കത്തില്ല, അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉള്ളത്. ഇതിപ്പം നമ്മളിവിടെ വെച്ചിട്ട് എത്ര 2 വർഷത്തിന് മേലായി, 2-2.5-3 വർഷം ആകാറായിട്ടുണ്ട്. അപ്പം ഒരു ബെസ്റ്റ് വെറൈറ്റിയാണ് നമ്മുടെ ജപ്പാൻ ഗുവ. നമുക്ക് നമ്മുടെ അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ HG ഗുവ. ഇത് ഞാനിപ്പം പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുവാണ്. ഇത് മറ്റേ ഹോം ഗ്രോൻ്റെ ആണ്. ഹോം ഗ്രോൺ ഗുവ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് HG ഗുവ, ഹോം ഗ്രോൺ. ഇത് ഒരു 1.5 വർഷമായതാണ്. നമ്മളിപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുവാണ്. ഇതിൻ്റെ നമ്മൾ റിവ്യൂ ഇടാം ഫ്രൂട്ട് ഉണ്ടാകുമ്പോഴത്തേനും കേട്ടോ. കണ്ടില്ലേ, HG ഗുവ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു, കിലോ പേരയും ഇത് സെയിം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ ഞാൻ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാവേ. നമുക്ക് ഇതാണ് നമ്മുടെ അടുത്ത പേര. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ. നമ്മളൊരു നഴ്സറി പോയപ്പോഴത്തേനും ചെറിയൊരു റേറ്റിലിരുന്നാണ്. അവർ പറഞ്ഞ എന്തോ തായ്ലൻഡ് വെറൈറ്റി നേണ്ടൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല, എന്തോ തായ്ലൻഡ് വെറൈറ്റി ആണെന്നൊന്നും കണ്ടിട്ട് പോകുന്നില്ല. നമ്മൾ കൊണ്ട് വെച്ചു, പക്ഷേ ഇച്ചിരി തണലത്തായിപ്പോയി. അത് കാരണം ഇവൻ കായ്ച്ചില്ല. എന്തായാലും നോക്കാം ഇപ്രാവശ്യം ഇപ്പം കായ്ക്കുമെന്ന്. പ്രതീക്ഷയൊന്നും ഇല്ല, എങ്കിലും പേരയ്ക്കല്ലേ, എങ്ങനെയായാലും തിന്നാൻ കൊള്ളാം. ഓക്കെ ഗൈസ്, തേണ്ട് ഇവനാണ് നമ്മുടെ ഇവിടെ വർഷങ്ങളായിട്ടുള്ള പേര, നമ്മുടെ നാടൻ പേര. കണ്ടില്ലേ, എത്ര വർഷമായതെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ കുഞ്ഞാലികം തൊട്ട് ഇവനിവിടെ ഉണ്ട്. മിക്കവാറും ഇതിലുണ്ടാകുന്നതെല്ലാം പക്ഷികളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അമ്മമാർ മണ്ടയ്ക്കുന്നങ്ങ് നമുക്ക് മണ്ടക്കറി ഒന്നും കവറൊന്നും ഇടാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. അവന്മാരും വാവലും എല്ലാം കൊണ്ടുപോകും. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ 1-2 എണ്ണമൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ നാടൻ പേരയാണിത്. കണ്ടില്ലേ, ഏറ്റവും ആദ്യമായിട്ട് വെച്ച പേര. ഓക്കെ, അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ തായ്വാൻ പിങ്ക് ഗുവ. കണ്ടില്ലേ, അകത്ത് ഒരു പിങ്കിഷ് കളറി വരും. നല്ലൊരു സൈസൊക്കെ എത്തുന്ന പേരൊക്കെ തന്നെയാണ്. നല്ലതായിട്ടുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഞാൻ ഇതിലെല്ലാം ഇത് അടർത്തി കളഞ്ഞേക്കുവാണ് പേരയ്ക്കയെല്ലാം. കാരണം ഇച്ചിരി കേട് വന്നായിരുന്നല്ലോ അതിന്. ഞാനപ്പോൾ എല്ലാം കളഞ്ഞിട്ട് ഒന്നുകൂടെ ഇനി വരുന്നതിനെല്ലാം നല്ലതായിട്ട് കവറിട്ട് കൊടുത്ത് റെഡിയാക്കാനുള്ള പ്ലാനിലാണ്. കണ്ടില്ലേ, ഇതിൻ്റെ കട കണ്ടില്ലേ, 2-2.5 വർഷമായതാണ്. നമ്മളിത് പ്രൂൺ ചെയ്ത് നിർത്തും. പുതിയ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുണ്ട്, പുതിയത് നമുക്ക് ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നതിനെല്ലാം കറക്റ്റായിട്ട് നമ്മൾ പരിപാലിച്ച് മരുന്ന് എല്ലാം എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കറക്റ്റായിട്ട് വളർത്തിയെടുക്കും. ഇതിൻ്റെ ഞാൻ ഒരു റിവ്യൂ ഇട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ മണ്ടേ കൊടുത്തേക്കാം, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കുഴപ്പമില്ലാതെ നല്ലൊരു പേരയ്ക്കാണ്, നല്ലതായിട്ടുണ്ടാവും, നിറച്ചുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ ഉള്ളതിൽ ഇഷ്ടപ്പെട്ട ഒരു ഗുവ തന്നെയാണ് ഇതും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തതാണ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗുവ.
ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള പേരാ VNR. ഇത് നമ്മുടെ VNR ബിഹി എന്ന് പറഞ്ഞൊരു റിസർച്ച് സെൻറ്ററിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ഉള്ളൊരു പേരാണ് VNR. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് കായ്ക്കും, ഒത്തിരി ഉണ്ടാകും, നല്ല ടേസ്റ്റുമാണ്, നല്ല സൈസും വെക്കും, എല്ലാം കൊണ്ടും പെർഫെക്റ്റാണ് ഇവൻ. അപ്പം ഇതിൽ കാണിക്കാൻ ഇതിലൊന്നും ഇല്ല. ഇത് ഞാൻ എല്ലാം ചെറുതായിട്ടുള്ള പേരകളെല്ലാം കളഞ്ഞേക്കുകയാണ്. പുതിയതിനെ വന്നു തുടങ്ങിയിട്ടുണ്ട് പുതിയത്, കണ്ടില്ലേ. ഫുള്ള് കാഴ്ച നിൽക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നുള്ളത് വെച്ച് ഏറ്റവും നല്ല വെറൈറ്റി ഒരു പേരയാണിത്. വീട്ടിൽ വെക്കാൻ ബെസ്റ്റാണ് ഞാൻ. നല്ല സൈസും ആവും, ടേസ്റ്റും ഉണ്ട്, എല്ലാം കൊണ്ടും ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ VNR. ഓക്കെ, അപ്പം വീട്ടിൽ ഒരു പേരയ്ക്ക് വെക്കുന്നവരെല്ലാവരും നോക്കി വെച്ചു. ഇവനാണ് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വെറൈറ്റി. അടുത്ത വെറൈറ്റി പരിചയപ്പെടാം. ഇത് നോക്കി, ഇതിന് മനസ്സിലായോ? ഇവനാണ് നമ്മുടെ സ്ട്രോബെറി പേര. ലീഫിനൊക്കെ വ്യത്യാസമുണ്ട്, നമ്മുടെ സാധാ പേരയിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. നോക്കി, ലീഫൊക്കെ കണ്ടില്ലേ? നമ്മുടെ സാധാ പേരയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. റെഡ് കളറിലാണ് ഇതുണ്ടാകുന്നത്. ഏകദേശം ഒരു പുളിമധുരമാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിവിടെ കായ്ച്ചു തുടങ്ങിയിട്ടില്ല, കാരണം ഇത് ഒരു 3 വർഷം മണ്ടയ്ക്ക് എടുക്കും കായ്ക്കാൻ. ഇവിടുത്തെ ഇപ്പോൾ ഏകദേശം ഒരു 2.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് ഉടനടി തന്നെ ഇത് കായ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ റെഡ് സ്ട്രോബെറി ഗുവ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. മിക്കവരും ഇത് അലങ്കാരത്തിനൊക്കെയാണ് വെക്കുന്നത്, കാരണം ഇതല്ലെങ്കിൽ റെഡ് കളറിൽ പേരയ്ക്ക ചെറുതുണ്ടായി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ റെഫറൻസ് ഇമേജ് ഒക്കെ ഇവിടെ കൊടുത്തേക്കാം. ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ റെഡ് സ്ട്രോബെറി ഗുവ. ചട്ടിക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെട്ടി നിർത്തി ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇവനും കേട്ടോ. നമ്മള് അലവാസഫതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് നമ്മള് പാമ്പിനെ കണ്ടത് കേട്ടോ. ഒരു പെരുമ്പാമ്പ്, കുഞ്ഞൊരെണ്ണമാ. അവൻ വേണ്ട ഇതിനകത്തോട്ട് കയറിപ്പോയി. കുഴിക്കകത്തോട്ട് കയറി പോയിട്ടുണ്ട്. ചെറുതൊരെണ്ണമാ. അവനെ എന്തോ ഉറുമ്പൊക്കെ കടിച്ചോണ്ടിരിക്കുവായിരുന്നു കണ്ണിലുമല്ല. അവൻ പോട്ടെ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് തുടരാം. അപ്പം ഗൈസ്, ഇവനാണ് നമ്മുടെ അലഹബ സഫേദ്. ഇതും പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുവാണ്. ഇവൻ്റെ അകവും വൈറ്റ് ആണ്. ഏകദേശം 300 ഗ്രാമൊക്കെ വളരുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണ് അലഹബ സഫേദും. കണ്ടില്ലേ, വെച്ചിട്ടിപ്പോൾ ഏകദേശം 1 വർഷമായിട്ടുണ്ട്. ഇതിൻ്റെ അതിന് കായൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ വയലറ്റ് പേര. കണ്ടില്ലേ, വയലറ്റ് പേര, ബീട്രൂട്ട് പേര എന്നൊക്കെ അറിയപ്പെടും. കളർ വ്യത്യാസമായിരിക്കും കണ്ടോ, ഒരു വയലറ്റ് കളറായിരിക്കും. കണ്ടില്ലേ, ഇവനെ ഇനി ഗ്രൂം ചെയ്യണം. പ്രൂൺ ചെയ്താലേ ഇവനും ഇനി കായ്ക്കത്തുള്ളൂ. വളർന്നു പോയിട്ടുണ്ട്, പ്രൂൺ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒരു വെറൈറ്റിയാണ്. കളറൊക്കെ പേരയ്ക്കും ഇതേ വയലറ്റ് കളർ തന്നെയായിരിക്കും. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേര തന്നെയാണ് നമ്മുടെ വയലറ്റ്. കല്ല് മാറ്റി വെച്ചേക്കാം, ഇവൻ എപ്പോഴേലും ഇറങ്ങിപ്പോണമെങ്കിൽ ഇറങ്ങിപ്പോക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് വെറൈറ്റിയാണ് നമ്മുടെ പർപ്പിൾ ഫോറസ്റ്റ് ഗുവ. പർപ്പിൾ ഗുവ, ഫോറസ്റ്റ് ഗുവ എന്നൊക്കെ അറിയപ്പെടും. ഇതിൻ്റെയും ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം സമയമെടുക്കും ഇതിലൊന്ന് ഫ്രൂട്ടായിട്ട് വരാൻ. ഇപ്പം വെച്ചിട്ട് നമ്മൾ വെച്ചിട്ട് ഇപ്പം 1 വർഷം മണ്ടയ്ക്കെങ്ങാണ്ടായിട്ടുള്ളൂ. നല്ലതായിട്ട് ബുഷിയായിട്ട് വളർന്നു പോകും. നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റ് തന്നെയാണ്. ഒരു പർപ്പസിനോട് ഉപയോഗിക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാകുന്നതെന്നാണ് ഇവർ കാണിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം ആയിക്കഴിഞ്ഞിട്ട്. കണ്ടില്ലേ, പർപ്പിൾ ഫോറസ്റ്റ് ഗുവ. ലീഫൊക്കെ നമുക്ക് മറ്റേ സ്ട്രോബെറി ഗുവയുടെ ഒക്കെ ഒരു അത്രയൊക്കെ ആയിട്ട് തോന്നും. നമ്മുടെ സാധാ ഗുവയുടെ കൂട്ടല്ല, ഇച്ചിരി വ്യത്യാസമുണ്ട്.
നമ്മുടെ പാമ്പുഞ്ഞൻ തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് വീഡിയോക്കകത്ത് കാണിക്കാം കേട്ടോ. നമ്മളത് ക്ലോസപ്പിൽ എടുത്തതാണ്, പക്ഷേ ക്യാമറ ഓഫാന്ന് കരുതി അവൻ ഓണാക്കിയതാണ്. പക്ഷെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ ഫൂട്ടേജ് നമുക്ക് കിട്ടിയില്ല. നമ്മളത് വെയിറ്റ് ചെയ്ത് നോക്കാം അവൻ തിരിച്ചിറങ്ങി വരുമോയെന്ന്. വരുവാണെങ്കിൽ നമുക്ക് കാണിക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞായിരുന്നു പാമ്പ് അതിനകത്തുനിന്ന് ഇറങ്ങി വരുവാണെങ്കിൽ നമുക്ക് കാണിക്കാമെന്ന്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അവനെ ഉറുമ്പെല്ലാം കടിച്ചോണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ ഉറുമ്പ് കടിച്ചിട്ട് അവനിങ്ങനെ പെടയുമായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല അണലി വല്ലതും ആണോ കടിക്കാൻ വരുവാണോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചു പോയി. പിന്നല്ലേ മനസ്സിലായത് അവൻ ഉറുമ്പ് കടിയേറ്റ് പെടയുമായിരുന്നു. കുഞ്ഞതാ കേട്ടോ. ഇവരിപ്പം കോമൺ ആയിട്ട് ഇവിടെ എല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി നമ്മൾ നനങ്ങായിരുന്നപ്പോഴത്തേനും ആശാൻ വെളിയിറങ്ങി വന്നിട്ടുണ്ട്. പെരുമാമ്പല്ല, ആണല്ലയോ? ഈ കോഴിയൊക്കെ പിടിക്കുന്ന സാധനം കടിച്ചപ്പോൾ വിഷം അറിഞ്ഞില്ല. ഇത് കടിക്കുന്നത് പൊട്ടി. ഇതിന്റെ വാല് കണ്ടിട്ട് പെരുമ്പാമ്പാണെന്ന് തോന്നുന്നില്ല. ഇത് വേറെന്തോ പാമ്പാണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഇപ്പം വയ്യോനി എന്ന് പറയുന്ന ആ പാമ്പാണെന്നൊരു ഡൗട്ടുണ്ട്. കണ്ടില്ലേ? പക്ഷെ പെരുമ്പാമ്പിൻ്റെ കൂട്ടൊക്കെയാണ് ഏകദേശം ബോഡി ഇരിക്കുന്നത്. എന്തായാലും അവൻ്റെ പാടിന് പോട്ട് നമുക്ക് നമ്മളെ വഴിയിലോട്ട് പോകാം. ഓക്കെ. അപ്പം തന്നെ നമ്മുടെ അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ തായ് 5. തായ് 5 വെറൈറ്റിയാണ്. ഇത് വെച്ചിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. നമ്മളെ ടാഗൊന്നും ഇതുവരെ പോയിട്ടില്ല. തായ് 5 ഞാൻ പറഞ്ഞ ഒന്നത്തേലും ഒന്നും നമ്മുടെ പേരയ്ക്കൊന്നും ആയി കിടപ്പില്ല. പേരയ്ക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഓക്കെ. നമ്മുടെ സാധാ പേരോട് തന്നെ കണ്ടില്ലേ, വ്യത്യാസമൊന്നുമില്ല. തായ് 5. ഓക്കെ, നമുക്കിനി അടുത്തതിലോട്ട് കിടക്കാം. ഇതും ഇപ്പം വെച്ചതേ ഉള്ളൂ. തായ് 7. അത് തായ് 5 ആയിരുന്നു, ഇത് തായ് 7. കണ്ടില്ലേ, ചെറുതായിട്ട് ആയതേ ഉള്ളൂ. ഒന്ന് വളർന്ന് വരട്ടെ. ഇനി പ്രൂണൊക്കെ ചെയ്ത് നല്ല വൃത്തിക്കാക്കണം ഇനി ഇവനെ. അപ്പം ഈ സൈഡ് ഇത് രണ്ടേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് അടുത്ത നമ്മുടെ പേര. ഇവൻ്റെ ലീഫിനൊക്കെ ഇച്ചിരി വെറൈറ്റി ഉള്ളതാണ്. വെരിഗേഷൻ സംഭവിച്ച പേരയാണ്. നമ്മുടെ വെരിഗേറ്റഡ് ഗുവ. കണ്ടില്ലേ, ഇതേ കൂട്ടായിരിക്കും ഇതിൻ്റെ ഫ്രൂട്ടും വരുന്നത്. ഇതേ ഒരു വെരിഗേറ്റഡ് കളറിലായിരിക്കും. പിന്നെ ഇച്ചിരി കട്ടിയുള്ള പേരയ്ക്കാണിത്. പിന്നെ നമുക്കൊരു ഓർണമെൻ്റൽ പർപ്പസാണിത്. നിൽക്കുന്ന കാണാൻ ഒരു രസമാണ് ഇതിൻ്റെ ഈ കളറും വേരിയേഷനൊക്കെ കാണാൻ. നമ്മുടെ വെരിഗേറ്റഡ് ഗുവ. കണ്ടില്ലേ, ഇനി അടുത്തുള്ളത് നമ്മുടെ ലളിത് ഗുവയാണേ. നമുക്കിനി അത് നോക്കാം. ഇത് നമ്മുടെ വേറൊരു വെറൈറ്റിയാണ്. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പേരാണ് ലളിത് ഗുവ. ആകെ നല്ല റെഡിഷ് കളറിൽ വരുന്ന ലളിത് ഗുവ. ഇതിൻ്റെ റെഫറൻസ് ഇമേജൊക്കെ ഞാൻ കൊടുത്തേക്കാം സൈഡിൽ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യയിലെ ലളിത് ഗുവ. ഇതാണ് മിക്ക മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. റോഡ് സൈഡിലൊക്കെ കൊണ്ട് കച്ചവടം നടത്തുന്ന ഒരു വെറൈറ്റിയാണിത്, ലളിത് ഗുവ. കണ്ടില്ലേ. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളത് നമ്മളൊരു ചെറിയൊരു മുന്തിരിപ്പേര വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തുവാണ്. അതാണ് നമ്മുടെ ലാസ്റ്റ് പേര. ഓക്കെ, മുന്തിരിപ്പേര. അപ്പം കഴിച്ച് നമ്മൾ അങ്ങനെ ലാസ്റ്റ് പേരയിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കളക്ഷനിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വെക്കാൻ പോകുന്ന പേര മുന്തിരിപ്പേര. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് കൊലകളായിട്ടുണ്ടാകും. ചെറിയ ചെറിയ കുഞ്ഞു പേരയ്ക്കായിരിക്കുമേ, കുഞ്ഞു പേരയ്ക്ക. ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചത് അയ്യാ, എന്നാലും ഇതേ കണ്ട് ചെറുതായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. മുന്തിരിപ്പേര എന്നറിയപ്പെടും. നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയതായിരിക്കും, കുഞ്ഞു പേരയ്ക്കായിരിക്കും, കൊലകളായിട്ടുണ്ടാകും. നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയുള്ളൊരു പേരയ്ക്ക. ഇതിൻ്റെ നമ്മൾ കാണിക്കാം, ഇതിൻ്റെ ചെറിയ ചെറിയ റെഫറൻസ് ഇമേജൊക്കെ കാണിക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് എഡീഷൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈജിപ്ഷ്യൻ ഗുവ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ
യെല്ലോ സ്ട്രോബെറി ഗുവ നമ്മുടെ കളക്ഷനകത്തില്ല, അതും ചേർക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് പേര ചേർക്കണം, പിന്നെ മാധുരി ഇല്ല. അങ്ങനത്തെ 3-4 ഇത് നമ്മുടെ അതിനകത്ത് അഡീഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ഇതിനകത്ത് നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് പേര വെറൈറ്റി പരിചയപ്പെടുത്തുന്നതായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനകത്തൊന്നും കായ്ച്ച് നിൽപ്പില്ല. നമ്മൾ കായാകുമ്പോഴത്തേനും എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളിതിനകത്ത് കാണിച്ചുള്ളൂ ജപ്പാൻ്റെയോ വിയറ്റ്നാമിൻ്റെയോ തായ്ലൻഡ് വിങ്ങിൻ്റെയോ ഒക്കെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അതിനകത്ത് ഡീറ്റെയിൽ റിവ്യൂ ഉണ്ട്. അപ്പം ഗൈസ് അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോക്കകത്ത് കാണാം.